ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വടക്കുംപാട് ദേവീക്ഷേത്രത്തിൽ നീ വരണം. ഞാൻ അവിടെ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നതെല്ലാം നിറവേറ്റി തരുന്ന ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് അജ്ഞാതനായ ഗന്ധർവൻ ആരാണെന്ന് നീ തിരിച്ചറിയും. ആ ശുഭമുഹൂർത്തത്തിന് ദേവി തന്നെ സാക്ഷിയാവട്ടെ. വൈകുന്നേരം 5 മണി, മറക്കരുത്. ഇന്ന് നിന്റെ ഗന്ധർവൻ. പാർവതിയും ഗന്ധർവനും തമ്മിലുള്ള പ്രണയം കൈലാഷ് നേരിട്ട് കാണണം. നേരിട്ട് കണ്ടാൽ മറ്റൊരാളെ പ്രണയിക്കുന്നവളുടെ പിറകെ പിന്നെ അവൻ നടക്കില്ലല്ലോ. ആ കണക്കൂട്ടല്ല നന്ദനോട് ഞാൻ ഗന്ധർവനായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ടത്. ഒറിജിനൽ ഗന്ധർവൻ തന്നെ ഇന്ന് അവളുടെ മുന്നിൽ ചെല്ലുമല്ലോ. അവരുടെ കൂടിക്കാഴ്ച ഞാൻ കൈലാഷിനെ കാണിച്ചു കൊടുത്താൽ മതി. പാർവതിയെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ട് കൈലാഷ് അവന്റെ വഴിക്ക് പൊയ്ക്കോളും. പിന്നെ അവൻ എനിക്ക്. കേട്ടില്ലേ? ഇനി നിന്റെ ആവശ്യമില്ല. ആ വാക്ക്മാൻ അവളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഈ എഴുത്ത് പൊട്ടിച്ച് വായിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ തന്നെ ഞാനിത് വായിച്ചിരുന്നെങ്കിൽ ആ വാക്ക്മാൻ ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുക്കില്ലായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യണം? അത് പറയൂ. നിന്റെ ഹെൽപ്പില്ലാതെ തന്നെ എന്റെ ആഗ്രഹം നടക്കാൻ പോവല്ലേ. അതുകൊണ്ട് നിന്റെ ജോലി അവസാനിച്ചു. ഇന്ന് വെച്ച് ഞാൻ നിന്നെ ഈ ഗവൺമെന്റ്സിൽ നിന്ന് പറഞ്ഞു വിടുകയൊന്നുമില്ല. സൂപ്പർവൈസറുടെ ജോലിയിൽ തന്നെ നിനക്ക് തുടരാം. സാലറി കൂട്ടിത്തരാം. പാർവതിയുടെ കാര്യത്തിൽ ഇനി നീ തലയിടണ്ട. അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം.